തുടങ്ങുമ്പോൾ ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്തത്, ഫിസിക്സ് ആണ് ആദ്യം തുടങ്ങിയെങ്കിൽ ഫിസിക്സിയും തുടങ്ങണം, ബയോ ആണ് തുടങ്ങിയെങ്കിൽ ബയോയും തുടങ്ങണം, കെമിസ്ട്രി ആണ് തുടങ്ങിയെങ്കിൽ കെമിസ്ട്രിയും തുടങ്ങണം. അല്ലാതെ അന്നത്തെ ദിവസം മാത്രം ഒന്ന് മാറ്റി നോക്കട്ടെ എന്നല്ല. എല്ലാം പേപ്പറിൽ മാർക്ക് ചെയ്ത് പോയിട്ട് അവസാനം OMR എടുത്തിട്ട് ബബിൾ ചെയ്യാൻ നിന്നിട്ട് അവസാനം സമയം ഇല്ല എന്നാണെങ്കിൽ ഒരൊറ്റ തെറ്റ് മതി നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതെല്ലാം ഇല്ലാണ്ടാവാൻ. അങ്ങനെ വേണമെന്നാണെങ്കിൽ അവസാന സമയത്ത് ഇരുന്ന് മാർക്ക് ചെയ്തു. അതല്ല, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് നമുക്ക് വേണമെന്നാണെങ്കിൽ OMR പേപ്പർ കറക്റ്റായിട്ട് നോക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ OMRൽ ബബിൾ ചെയ്ത് പോവാ. നിങ്ങളുടെ എക്സാം 5 മണി വരെയാണ്, 2 മണി മുതൽ 5 മണി വരെയാണ്. 5 മണി കഴിഞ്ഞിട്ടല്ലാതെ ഒരാളും OMR ഷീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 മണിക്ക് നിങ്ങളുടെ എക്സാം തുടങ്ങണമെന്നാണ്, 2 മണിക്ക് നിങ്ങൾക്ക് എക്സാം തുടങ്ങണം. എക്സാമിനേഷൻ ഹാളിൽ നിന്ന് 5 മണിക്ക് ശേഷം ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാവും. മക്കളെ, ഇനി അധികം കാത്തിരിക്കേണ്ട, എക്സാമിങ് അടുത്തെത്തി. ഉറപ്പായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ കുറേ ആളുകൾ ടെൻഷൻ അടിച്ച് ചുമ്മാ കളയുന്ന ദിവസം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കുട്ടികളായിട്ട് ഇരുന്ന് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ടെൻഷനൊക്കെ മാറിക്കോളും. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ, നിങ്ങൾ ഇത്രയും കാലം എഴുതിയിരിക്കുന്ന, നിങ്ങൾ ഏത് സെൻറ്ററിൽ പഠിച്ചോ, നിങ്ങൾ ഇത്രയും കാലം കിട്ടിയിരിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാർക്ക് അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അതിനാദ്യം വേണ്ടത് ടെൻഷനൊന്നുമില്ലാതെ കൂളായിട്ടിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എക്സാമിനേഷന് പോകുമ്പോഴും അവിടെ എത്തിക്കഴിഞ്ഞാലും എക്സാമിനേഷൻ ഹാളിലും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എക്സാമിന് തലേ ദിവസം മുതൽ എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്നത് വരേക്കുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. കാരണം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടേക്കുന്ന ഒരു കാര്യമുണ്ട്, കുറേ മനസ്സിനെ വേദനിപ്പിച്ച പ്രശ്നങ്ങൾ. എന്നും നീറ്റ് എക്സാം കഴിയുമ്പോൾ ഈ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്ഥിരം പല്ലവിയാണ്. ആ ഒരു അവസ്ഥ ഈ വർഷം ഈ വീഡിയോ കാണുന്ന ഒരു മക്കൾക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുള്ള മക്കൾ കേൾക്കണം. ഇനി ഒരു ബുദ്ധിമുട്ട് നാളെ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രസ് കോഡുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഡ്രസ് കോഡിൽ എന്തൊക്കെ പറ്റും എന്തൊക്കെ പറ്റൂല എന്ന് നിങ്ങൾക്ക് അറിയാം. ആ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് ഇടാൻ പാടുള്ളൂ. അല്ലാതെ ഇനി അതിന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴും 4 ദിവസം നമ്മുടെ മുന്നിലുണ്ട്, ഇനി അതിൽ മാറ്റം വരുത്തിയിട്ട് പുതിയൊരു സെറ്റ് ഉണ്ടാക്കി എടുക്കണം എന്നാണ് നിങ്ങൾക്ക് അതുപോലെയുള്ള ഡ്രസ്സുകൾ വാങ്ങിക്കാം. അതല്ലാതെ ഇത് അങ്ങനെയുള്ള ഡാർക്ക് കളറാണ്, ഇത് ഇങ്ങനെയാണ്, എനിക്ക് ഷൂ ഉള്ളൂ, ഇങ്ങനെ ഒന്നും പറയരുത്. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ, ആ ഡ്രസ്സ് ഇട്ടിട്ട് മാത്രമേ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാൻ പാടുള്ളൂ. സാധാരണ ഗവൺമെൻറ് സ്കൂളിലാവുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ചിലപ്പോഴും ബെഞ്ച് ഡെസ്കൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രത്തോളം ബെസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ എക്സാം എഴുതാനിരിക്കുമ്പോൾ OMR ഷീറ്റിൽ നിങ്ങൾ ബബിൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഡെസ്കിലെങ്ങാനോ ഓൾസോ കാര്യങ്ങളും ഉണ്ടെന്നാണെങ്കിൽ നമ്മുടെ OMRന് അതിനനുസരിച്ചുള്ള പ്രശ്നം പറ്റും. അതുകൊണ്ട് എക്സാമിനേഷൻ ഹാളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളിരിക്കുന്ന സ്ഥലവും നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളത് ബബിൾ ചെയ്യുന്ന സ്ഥലവും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ മക്കൾ ഉറപ്പുവരുത്തണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എക്സാമിന് ചാർജിലിരിക്കുന്ന അധ്യാപകനോട് നിങ്ങൾ ഈ കാര്യം പറയണം. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, ഞാനിപ്പോൾ പറയുന്നതൊക്കെ നിസാര കാര്യങ്ങളായിട്ട് ഇതൊക്കെ എന്ത് സംഭവിക്കാനെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഈ നിസാര കാര്യങ്ങൾ അവസാനം ലൈഫിൽ 1 വർഷം 2 വർഷം 3 വർഷം നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. ഇനി നമ്മളൊക്കെ വാട്ടർ ബോട്ടിലൊക്കെ കരുതും. വാട്ടർ ബോട്ടിൽ കരുതിയിട്ട് ഈ വാട്ടർ ബോട്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് അവിടെ തന്നെ വെക്കും. ഇത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ ഒന്ന് തട്ടിപ്പോയാൽ മതി. നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ റെയർ പോസിബിലിറ്റി, പക്ഷേ ഈ പോസിബിലിറ്റി മതി നമ്മുടെ ഈ 1 വർഷത്തെ കഷ്ടപ്പാട് ഇല്ലാണ്ടാവാൻ. നമ്മുടെ ഈ 1 വർഷത്തെ കഷ്ടപ്പാടിന് ഒരു റിസൾട്ടും ഇല്ലാതാവാൻ ഈ ഒരൊറ്റ കാര്യം മതി. അപ്പോൾ ആ വെള്ളം ബോട്ടിൽ നിങ്ങൾ താഴത്തേക്ക് വെക്കുക. എന്തിനാ അത് ഇവിടെ തന്നെ വെക്കണം എന്നില്ലല്ലോ, നിങ്ങൾ താഴത്തേക്ക് വെച്ചേക്കുക, എന്നിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ തുടങ്ങും. അങ്ങനെയാണ് ഒരിക്കലും ഈ വെള്ളം മറഞ്ഞുകൊണ്ട് നമ്മുടെ OMR പോവോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലാവോ എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി തലേ ദിവസമേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണമില്ലേ, അന്നത്തെ ദിവസം ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി. കുറേ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കില്ല. ഓക്കെ, പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കരുത്. നിങ്ങളുടെ വയറിന് പ്രശ്നമില്ലാത്ത ഫുഡ് മാത്രം കഴിക്കുക. ഇനി ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ സെൻറ്റർ അത് നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. കുറേ ദൂരത്താണ് സെൻറ്റർ കിട്ടുന്നതെങ്കിൽ തലേ ദിവസം തന്നെ പോയിട്ട് അവിടെ നിൽക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ 1200 ഒരു റൂം എടുക്കാനുള്ള എമൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പോവുണ്ടാവും. സാരമില്ല, ആ എമൗണ്ട് പോയാലും നിങ്ങൾ ഇത്രയും കാലത്തെ കഷ്ടപ്പാടിനേക്കാൾ വരുന്നൊന്നുമല്ലല്ലോ ആ റൂമിൻ്റെ എമൗണ്ട്. ഇനി അതല്ല, നിങ്ങൾ അടുത്താണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, കുറേ ദൂരത്താണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോടത് പറയൂ. ഇനി അടുത്ത കാര്യം, നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ എന്താ പറയുക ചെറിയ ചെറിയ വഴിയിലൂടെയൊക്കെ വളവും തിരിവുള്ള വഴിയിലൂടെയാണ് എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തുന്നതെങ്കിൽ, നിങ്ങൾ സാധാരണ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ
സാധാരണ ഇത്രയും കാലമായിട്ട് അധികം യാത്ര ചെയ്യുന്നവരായിരിക്കില്ല. ചിലപ്പോൾ രാവിലെ തന്നെ യാത്ര ചെയ്താൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ ഈ വളവും തിരിവുള്ള വഴിയിലൂടെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ സ്പീഡിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ആ എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തുമ്പോഴേക്ക് ആകെ വീക്കായിട്ടുണ്ടാവും, ഒരുമാതിരി ബുദ്ധിമുട്ട് കാര്യങ്ങൾ. ഇത് നമുക്കൊരു എക്സാമിനേഷൻ ഹോളിൽ നിന്ന് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് പറ്റാതായി പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള വഴിയിലൂടെയൊക്കെ ആണെങ്കിൽ മെല്ലെ യാത്ര ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തെത്തുക. 11 o'clock ആണ് റിപ്പോർട്ടിംഗ് ടൈം, 11:30 ആണ് റിപ്പോർട്ടിംഗ് ടൈം, 12 ആണ് റിപ്പോർട്ടിംഗ് ടൈം, 12:30 ആണ്, 1 o'clock ആണ്, എന്തോ ആവട്ടെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, എപ്പോഴാണോ റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞാൽ അതിന് മുന്നേ നിങ്ങൾ എന്തായാലും സെൻറ്ററിൽ എത്തണം. എന്തായാലും നീറ്റ് എക്സാമിൻ്റെ അന്നൊരു ബ്ലോക്കും കാര്യങ്ങളും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. കാരണം ഗവൺമെൻറ് സ്കൂളുകൾ പലതും നമ്മുടെ റോഡ് സൈഡിലാണ്, ഹൈവേ സൈഡിലാണ്. അവിടെ പലരും വണ്ടി ഒതുക്കാൻ, പലപ്പോഴും CBSE സ്കൂളിലായ സമയത്ത് നമുക്ക് വണ്ടി ഒതുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതിനനുസരിച്ച് ഏതെങ്കിലും സ്ഥലങ്ങൾ ഗ്രൗണ്ടിലും മറ്റും പാർക്കിംഗ് കിട്ടും. ഇതൊന്നും ഇല്ല. ഇനി ഹൈവേ സൈഡിൽ തന്നെ വണ്ടി കൊണ്ട് ഒതുക്കാൻ നിൽക്കുന്ന സമയത്ത് അവിടെയൊക്കെ ബ്ലോക്ക് വരും. അപ്പം നേരത്തെ നിങ്ങൾ എത്താൻ നോക്കണം. അതേ ബ്ലോക്ക് മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യും. ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ പുതിയ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ ഉള്ള ഹൈവേയുടെ സൈഡിലൊക്കെ ആൾക്കാർ കൊണ്ട് ഒതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് വരും. അപ്പം അതുകൊണ്ട് നേരത്തെ ഇറങ്ങാൻ നോക്കുക. എക്സാമിനേഷന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയത്തിന് 1 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ അവിടെ എത്താൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 11, 11:30, 12, 12:30, 1, 1:30 എന്തോ ആവട്ടെ, നിങ്ങൾ നേരത്തെ എത്തുക. സെക്യൂരിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ മതി, നമുക്ക് സമയമാകുമ്പോൾ കയറിയാൽ മതി. നിങ്ങൾ 11 തന്നെ കയറണ്ട. 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് നിങ്ങൾ എക്സാമിനേഷൻ ഹോളിലേക്ക് കയറുക. ഓക്കെ, 1, 1:30 കയറിയാൽ മതി. 1:30 ആകുമ്പോൾ പിന്നെ ഗേറ്റ് അടയ്ക്കും, പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രി ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നേരത്തെ എത്തിപ്പെടുക, വേറെ ടെൻഷനൊന്നും വെറുതെ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഇപ്പോഴെന്തോ നല്ല ചൂടുണ്ട്. നിങ്ങളൊന്ന് പുറത്തിറങ്ങി നോക്കിയിട്ടുണ്ടോ? 1 മണി, 1:30 മണി സമയമൊക്കെ, 12 മണി, 1 മണി സമയമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഈ ചൂട് മതി നമുക്കൊരു ക്ഷീണം വരാൻ. ചില ആളുകൾക്ക് ഓൾറെഡി മൈഗ്രെയിനൊക്കെ ഉള്ള ആളുകൾക്ക് നല്ല തലവേദനയായിരിക്കും പിന്നെ ഉണ്ടാവുന്നത്. ഇനി എന്തിന് ഈ ചൂട് മതി നമുക്ക് ഭയങ്കര ക്ഷീണം തരാൻ. ഇതും കൊണ്ട് നമ്മൾ എക്സാമിനേഷൻ ഹോളിൽ എഴുതി 2 മണി മുതൽ 5 മണി വരെ നമ്മളവിടെ നിൽക്കണം. 2 മണി മുതൽ 5 മണി വരെ നമ്മൾ ഇത്രയും കാലം എടുത്ത എഫേർട്ട് മൊത്തം നമ്മുടെ OMRലേക്ക് കൊടുക്കുന്ന സമയമാണത്. ആ 2 to 5 എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ 2 to 5 എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യുന്നത്, അതാണ് നമ്മുടെ റിസ്ക്. ഇത്രയും കാലത്തതൊന്നുമല്ല. ആ ദിവസം എക്സാമിൻ്റെ അന്ന്, ആ വരാൻ പോകുന്ന മെയ് 4-ാം തീയതി, ഈ 4-ാം തീയതി എന്തോ ആ 2 മണിക്കൂർ, ആ 2 മണി മുതൽ 5 മണി വരെയുള്ള 3 മണിക്കൂർ എന്തോ, അതാണ് നമ്മുടെ റിസൾട്ട് തീരുമാനിക്കുന്നത്. ആ സമയം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആവണമെന്നാണെങ്കിൽ അവിടെ എക്സാമിനേഷൻ ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ വണ്ടിയിൽ അല്ലെങ്കിൽ തണലുള്ള ഏതെങ്കിലും ഭാഗത്ത് മക്കൾ പോയി നിൽക്കുക. ആ ചൂടിലോ വെയിലിലോ പോയിട്ട് നിങ്ങൾ തലവെച്ച് കൊടുത്തിട്ട് ബുദ്ധിമുട്ടാക്കാൻ നിൽക്കരുത്. പിന്നെ എക്സാമിനേഷൻ ഹോളിന് പുറത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ചിലപ്പോൾ കാണും. ഈ ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് വിളിക്കും. എക്സാമിൻ്റെ മുന്നേ ഇനി തലേ ദിവസം വിളിച്ചിട്ട് എടീ എങ്ങനെ ഉണ്ട്, നീ അത് പഠിച്ചോടി, ഇത് പഠിച്ചോടി, അല്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് ചോദിക്കും. അത് കേൾക്കാൻ നിൽക്കരുത്. നിങ്ങൾ എന്താണോ പഠിച്ചത് അതേ ചോദിക്കൂ. അതിലാദ്യം കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾ ഇത്രയും കാലം എഫേർട്ട് എടുത്തേക്കുന്ന ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ്. ഇത്രയും കാലം ലൈഫിൽ എല്ലാം മാറ്റി വെച്ച് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ്. പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പലരും നിങ്ങൾ വീണ്ടും റിപ്പീറ്റിനും റീറിപ്പീറ്റിനും പോകുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മറുപടി കൊടുക്കാറുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ അതിനുള്ള ചാൻസ്. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം നമ്മുടെ മുന്നിൽ വന്നേക്കാം. ഇത്രയും കാലത്തെ കഷ്ടപ്പാടുകളല്ല ഇനി ഓർക്കേണ്ടത്. ഇനി ഇത്ര ദിവസവും കൂടെ ഉള്ളൂ. ഈ ദിവസവും കൂടെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ വരാൻ പോകുന്നത്, ഞാൻ ഇത്രയും കാലം ഡ്രീം കണ്ടതെന്തോ, ഞാൻ ഇത്രയും കാലം സ്വപ്നം കണ്ടതോ, അതെൻ്റെ മുന്നിലേക്ക് വരാൻ പോവാണ്. എൻ്റെ MBBS എന്നുള്ള സ്വപ്നം ഞാൻ ഇത്രയും കാലം കണ്ട, ചെറിയ പ്രായം മുതൽ ഇത് മനസ്സിനുള്ളിൽ ആഗ്രഹിച്ച് നിൽക്കുന്ന പല കുട്ടികളും ഉണ്ടാവും. നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഇനി അധികം ദിവസം ഇല്ലാന്ന് ആദ്യം മനസ്സിലാക്കുക. എൻ്റെ മക്കളെ, വെയിലത്ത് പോയി നിൽക്കാതിരിക്കുക. നിങ്ങൾ നന്നായിട്ട് ഒരു തണലുള്ള ഭാഗത്തോ അല്ലെങ്കിൽ വണ്ടിയിലോ ഇരിക്കുക. സമയത്തിന് മാത്രം എക്സാമിനേഷൻ ഹോളിലേക്ക് കയറുക. എക്സാമിനേഷൻ ഹോളിൽ കയറിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, OMR നിങ്ങൾക്ക് 10 മിനിറ്റ് മുന്നേ കിട്ടണം. 2 മണിക്കല്ല OMR തരേണ്ടത്. ആരെങ്കിലും എക്സാമിനർ തരാൻ വൈകുന്നുണ്ടെന്നാണെങ്കിൽ ചോദിച്ച് വാങ്ങിക്കുക. എക്സാമിനേഷന് നേരത്തെ തന്നെ നിങ്ങൾ പേപ്പർ വാങ്ങിക്കുക. 2 മണിക്ക് മുന്നേ OMR വാങ്ങിച്ച് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. ഒരു തെറ്റും വരുത്തരുത്. നിങ്ങൾ ബുക്ക്ലെറ്റിൻ്റെ കോഡുണ്ട്, ബുക്ക്ലെറ്റിൻ്റെ നമ്പർ ഉണ്ട്, നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ട്, നിങ്ങളുടെ നെയിം, ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. ഒരു തെറ്റ് പോലും വരുത്തിക്കൂടാ. ഓക്കെ, OMR വീണ്ടും കിട്ടൂല. അതിന് വേണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇരിക്കുക. OMR വേണമെങ്കിൽ കോപ്പി എടുത്തിട്ട് നിങ്ങൾ ചുമ്മാ എഴുതി നോക്കുക. ഓക്കെ, എക്സാമിനേഷനിലേക്ക് കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ് തലേ ദിവസം എടുത്ത് വെക്കുക. എക്സാമിന് പോകുമ്പോൾ അമ്മ ആ ഡോക്യുമെന്റിൽ അമ്മ എൻ്റെ ആധാർ കാർഡ് എവിടെ, അയ്യോ ആധാർ കാർഡ് കാണുന്നില്ല, ഇതൊന്നും അവസാനം പറയേണ്ട സാധനമില്ല. ആദ്യമേ എടുത്തു വെക്കുക. ആധാർ കാർഡ് എടുത്തു വെക്കണം. നിങ്ങൾക്ക് അറിയാം 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഓക്കെ, ദെൻ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഇതിൽ ഒട്ടിക്കാനുണ്ട്.
അതുപോലെ അഡ്മിറ്റ് കാർഡിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുണ്ട്. നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആധാർ കാർഡ് വേണം. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ ആദ്യമേ സെറ്റാക്കി വെക്കണം. അവസാന സമയം ഇതും കൊണ്ട് ഓടാൻ നിൽക്കരുത്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ടേ നമ്മൾ പോകാം. ദെൻ നിങ്ങൾക്ക് അറിയാം, മെറ്റൽ ഡിറ്റക്ടറിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ബെൽറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് ഇന്നേഴ്സിൻ്റെ ഒക്കെ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മെറ്റൽ ഡിറ്റക്ടറിൽ ഡിറ്റക്ട് ആവും. പിന്നെ പെട്ടെന്ന് ആ BP കേൾക്കുമ്പോൾ നമ്മുടെ ഫുള്ള് പോയി, പഠിച്ച മൊത്തം സാധനം പോയി. പെട്ടെന്ന് അവരെന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് മാറി നിൽക്ക്, ഇവിടെ അങ്ങനെ ചെക്ക് ചെയ്യണം, ഇങ്ങനെ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് പോയി. സോ ആ ഒരു അവസ്ഥ മക്കൾക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറ്റുന്നത്, എന്തൊക്കെയാണ് പറ്റാത്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ പറയുന്നുണ്ട്. ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ഞാൻ പോകണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മിനിറ്റ് മുന്നേ OMR കിട്ടണം. ആ 10 മിനിറ്റ് മുന്നേ OMR കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യാം. ആ ഫില്ല് ചെയ്ത് നിങ്ങൾ എക്സാം തുടങ്ങണം. തുടങ്ങുമ്പോൾ ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്തത്, ഫിസിക്സ് ആണ് ആദ്യം തുടങ്ങിയെങ്കിൽ ഫിസിക്സിൽ തുടങ്ങണം, ബയോ ആണ് തുടങ്ങിയെങ്കിൽ ബയോയും തുടങ്ങണം, കെമിസ്ട്രി ആണ് തുടങ്ങിയെങ്കിൽ കെമിസ്ട്രിയും തുടങ്ങണം. അല്ലാതെ അന്നത്തെ ദിവസം മാത്രം ഒന്ന് മാറ്റി നോക്കട്ടെ എന്നല്ല. നിങ്ങൾക്കറിയാം, ബയോക്ക് നമുക്ക് മാക്സിമം 1 hourന് മുകളിൽ കൊടുക്കാനില്ല. ഒരു 40 മുതൽ 50 മിനിറ്റിനുള്ളിൽ ബയോ നമ്മൾ തീർക്കണം. 90 ക്വസ്റ്റ്യൻസ് ആണ്. 90 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയുന്നത് മാത്രമേ ചോദിക്കൂ. നിങ്ങൾ ഇപ്പോഴുള്ള ദിവസങ്ങളിൽ പ്രീവിയസ് ഇയർ ഒന്ന് എടുത്ത് നോക്ക്. ഈ പ്രീവിയസ് ഇയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഒരു കാര്യം മനസ്സിലാവും, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് വരാൻ പോകുന്ന നീറ്റ് എക്സാമും നിങ്ങൾക്ക് അറിയുന്നത് മാത്രമേ ചോദിക്കൂ. അത് ഏറ്റവും ബെസ്റ്റായിട്ട് ആദ്യം മനസ്സിനുള്ളിൽ ഉറപ്പിക്കുക. നിങ്ങൾ ആ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിൽ നിങ്ങൾ തുടങ്ങുക. ഒരിക്കലും നിങ്ങൾ എന്താ പറയുക, എനിക്ക് ഓവർ കോൺഫിഡൻസ് കാണിച്ച് തെറ്റിക്കരുത്. ഓപ്ഷൻസ് 4 വായിച്ച് നോക്കണം. ആ 4 ഓപ്ഷൻസ് വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ A ഓപ്ഷൻ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടതായിരിക്കാം, ചിലപ്പോൾ C ഓപ്ഷനിലോ D ഓപ്ഷനിലായിരിക്കും ആൻസർ ഉണ്ടാവുക. കറക്റ്റായിട്ട് അത് OMRലേക്ക് ബബിൾ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. OMR ബബിൾ ചെയ്യുന്ന കാര്യം എല്ലാം പേപ്പറിൽ മാർക്ക് ചെയ്ത് പോയിട്ട് അവസാനം OMR എടുത്തിട്ട് ബബിൾ ചെയ്യാൻ നിന്നിട്ട് അവസാനം സമയം ഇല്ല എന്നാണെങ്കിൽ ഒരൊറ്റ തെറ്റ് മതി, നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതെല്ലാം ഇല്ലാണ്ടാവാൻ. അങ്ങനെ വേണമെന്നാണെങ്കിൽ അവസാന സമയത്ത് ഇരുന്ന് മാർക്ക് ചെയ്തു. അതല്ല, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് നമുക്ക് വേണമെന്നാണെങ്കിൽ OMR പേപ്പർ കറക്റ്റായിട്ട് നോക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ OMRൽ ബബിൾ ചെയ്ത് പോവാം. ഇനി അതല്ല 5 ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ബബിൾ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ അവസാന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് ബബിൾ ചെയ്യുക എന്ന് പറയുന്നത് അവസാനം നമ്മൾ ചെയ്യുന്ന ലൈഫിൽ തെറ്റായി പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ കുറേ കുട്ടികളുണ്ട്. ഒരൊറ്റ ഓപ്ഷൻ തെറ്റിയിട്ട് ബാക്കി അങ്ങോട്ട് ക്വസ്റ്റ്യൻ നമ്പർ പോലും നോക്കാതെ C, അടുത്ത D, അടുത്ത A, അടുത്ത B, അടുത്ത B, ഇങ്ങനെ പോകുമ്പോൾ തെറ്റുകൾ വാരിക്കോരി വരും. സോ ആ തെറ്റുകൾ മക്കൾക്ക് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു തെറ്റ് നമുക്ക് ഉണ്ടാവരുത്. OMRൽ അപ്പം തന്നെ കറക്റ്റായിട്ട് ബബിൾ ചെയ്ത് പോവാം. ഓക്കെ, ഇനി എക്സാമിനേഷൻ ഹോളിൽ നേരത്തെ നിങ്ങൾ പേപ്പർ തന്നില്ലെങ്കിൽ, OMR നേരത്തെ തന്നില്ലെങ്കിൽ, ഞാൻ മക്കളോട് ഓൾറെഡി പറഞ്ഞു, OMR നേരത്തെ തന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിനറോട് നിർബന്ധമായിട്ട് ചോദിച്ച് വാങ്ങിക്കുക. ഇനി 5 മണിവരെ മക്കളുടെ എക്സാമാണ്. ഈ 5 മണിവരെ എക്സാം ആണെങ്കിൽ ആ 5 മണിവരെ നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് എഴുതാനുള്ള സമയമാണ്. ഇനി 4:50 വന്നിട്ട് നിങ്ങളുടെ ആൻസർ പേപ്പർ, ദാറ്റ് മീൻസ് OMR വന്നിട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാനുള്ള റൈറ്റ് ഒന്നും ഇല്ല. ചില ആളുകൾ പറയും 5 മണിക്ക് എക്സാം കഴിയും, അപ്പോഴേക്ക് ഇതൊക്കെ പാക്ക് ചെയ്യണം. നിങ്ങളോട് വീണ്ടും പറയാണ്, നിങ്ങളുടെ എക്സാം 5 മണി വരെയാണ്. 2 മണി മുതൽ 5 മണി വരെയാണ്. 5 മണി കഴിഞ്ഞിട്ടല്ലാതെ ഒരാളും OMR ഷീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് തീർത്തിട്ട് മാത്രമേ നിങ്ങൾ OMR കൊടുക്കാവൂ. 2 മണിക്ക് നിങ്ങളുടെ എക്സാം തുടങ്ങണമെന്നാണ്, 2 മണിക്ക് നിങ്ങൾക്ക് എക്സാം തുടങ്ങണം. അതിന് 10 മിനിറ്റ് മുന്നേ നിങ്ങൾക്ക് OMR കിട്ടണം. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിച്ച് വാങ്ങിക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ നിങ്ങളുടെ എക്സാമിനേഷൻ ഹോളിലിരിക്കുന്ന എല്ലാ ആളുകളും നിങ്ങളെ പോലെ എക്സാമിന് സീരിയസ്നെസ് ആയിട്ട് പഠിച്ച ആളുകളായിരിക്കില്ല. ചോദിക്കേണ്ട നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ചോദിച്ച് വാങ്ങിക്കുക, കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, കറക്റ്റ് 2 മണിയാകുമ്പോൾ തന്നെ പൊട്ടിച്ച് എഴുതാനും തുടങ്ങും. ഈ ഒരു കാര്യം കൂടെ പറയട്ടെ, നേരത്തെ ആ ബുക്കിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചുമ്മാ ഒന്ന് ആ സൈഡിലൂടെയൊക്കെ ഒന്ന് നോക്കാട്ടോ. 1, 2, 3, 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് കാണാനും പറ്റും. അപ്പോൾ നമ്മൾ ഓക്കെ ആവും. പിന്നെ എന്തായാലും ശരി, നിങ്ങൾ ഇത്രയും കാലം എഴുതിയേക്കുന്നതിൽ ഏറ്റവും നല്ലൊരു എക്സാം, അതിനേക്കാൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും എൻ്റെ മക്കൾ ആദ്യമായിട്ട് ഈ തവണ കാണുന്നത്. നിങ്ങൾ ഇതുവരെ എഴുതിയേക്കുന്ന എല്ലാ എക്സാമിനേക്കാളും ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാം, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഏത് സെൻറ്ററിൽ പഠിച്ചോ അവിടെ കിട്ടിയേക്കുന്നതിന് ഏറ്റവും നല്ലൊരു മാർക്ക് അത് മക്കൾക്ക് ഇവിടെ കിട്ടും. കോൺഫിഡൻ്റ് ആയിരിക്കുക. ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ലെങ്തി ആയിരിക്കാം, ലെങ്തി ആണെങ്കിലും ശരി ഈസി ആയിരിക്കും. അതിനുള്ളിൽ വായിച്ച് നോക്കുക, കറക്റ്റായിട്ട് ബബിൾ ചെയ്ത് പോവുക. ഓക്കെ, ഒരു മിസ്റ്റേക്കും വരുത്തരുത്. ഇനി വീണ്ടും ഒരു കാര്യം കൂടെ പറയാനുള്ള, നോട്ട് ഇൻകറക്റ്റ്, നോട്ട് കറക്റ്റ്, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ വായിക്കുക. ഇനി നാളെ പറയരുത്, സാർ ആ ക്വസ്റ്റ്യനിൽ നോട്ട് ഇൻകറക്റ്റ് എന്ന് കണ്ടില്ല, ഞാൻ വിചാരിച്ച് ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്.
അങ്ങനെയുള്ള മിസ്റ്റേക്ക് പറ്റാതിരിക്കട്ടെ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ വായിച്ചു നോക്കുക. അസേർഷൻ, റീസൺ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരാവർത്തിയും കൂടെ നോക്കുക. എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, വേഗം എഴുതി പോകുന്നതിന് പകരം ഒരാവർത്തി നോക്കി ക്ലിയർ ആയതിനു ശേഷം മാത്രം ആൻസർ ചെയ്ത് പോവാം. എക്സാമിനേഷൻ ഹാളിൽ 5 മണിക്ക് ശേഷം ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാകും. ഇത്രയും കാലം നിങ്ങൾ ആഗ്രഹിച്ച വൈറ്റ് കോട്ട് സ്റ്റെത്തിനും ഇനി അധികം ദൂരമില്ലാന്ന് വിചാരിക്കുക. ഇനി എത്രയും പെട്ടെന്ന് ഈ എക്സാംസ് ഒക്കെ തീർത്ത് ഇത്രയും കാലം എടുത്തേക്കുന്ന എല്ലാ എഫേർട്ടും ഒന്ന് മാറ്റിവെച്ച് ലൈഫിലൊന്ന് എൻജോയ് ചെയ്യണ്ടേ, ഹാപ്പി ആയിട്ടിരിക്കണ്ടേ. ഇത്രയും കാലം കഷ്ടപ്പെട്ടല്ലേ, എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് കഷ്ടപ്പെട്ടല്ലേ, ഹാപ്പി ആയിട്ടിരിക്കാൻ ഇനി കുറച്ച് ദിവസവും കൂടെയാണ്. ആ ദിവസം കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു തെറ്റുകളും നമുക്ക് പറ്റാതിരിക്കട്ടെ. ലൈഫിൽ ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് എത്തുന്ന ഒരു എക്സാം നമുക്ക് കാണാൻ പറ്റും. ലൈഫിൽ ഏറ്റവും സക്സസ് ഡേ എന്ന് ഓർക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് മാറാൻ പറ്റട്ടെ. ഓരോ കുട്ടിയും സന്തോഷത്തോടു കൂടെ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ഇറങ്ങാൻ പറ്റട്ടെ. നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങളുടെ അച്ഛനും അമ്മയുണ്ട്. അവരെടുത്ത് ഓടി വന്ന് സന്തോഷത്തോടു കൂടെ എക്സാം ഈസി ആയിരുന്നു എന്ന് പറയാൻ പറ്റട്ടെ. എല്ലാ പ്രാർത്ഥനകളും എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല എക്സാം ആവും നിങ്ങൾക്ക്. ഓക്കെ മക്കളെ, കാണാം നമുക്ക്.